എല്ലാവർക്കും നമസ്കാരം. നല്ല തണുപ്പാണ് ഇവിടെ ഇപ്പം. ജനുവരിയൊക്കെ ആയി, അത്യാവശ്യം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് പുറത്തേക്ക് പോകുന്നതാണ്. പുറത്ത് നമ്മളൊരു ചെറിയൊരു കഴിഞ്ഞ ജൂണിൽ നമ്മളിവിടെ നമ്മുടെ ഹിരോഷിമ യൂണിവേഴ്സിറ്റി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വലിയൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു ഗ്ലോബൽ ലെവലിലുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. അപ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തി. അതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഇന്നുണ്ട്. അപ്പോൾ അതൊരു ജാപ്പനീസ് സ്റ്റൈലിലുള്ള ഒരു ജാപ്പനീസ് ഡിന്നർ, ഒരു ചെറിയൊരു പാർട്ടി. നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മളൊരു ചെറിയൊരു ഒത്തുചേരലാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ ജാപ്പനീസ് ഫുഡ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ജപ്പാൻകാർ പൊതുവെ വളരെ സൗന്ദര്യമുള്ള ആളുകൾ, അതേപോലെ തന്നെ അവരുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം വളരെ കൂടുതലാണെന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണ രീതി തന്നെയാണ്. അപ്പം അവർ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ മസാലകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഒരു ഡിന്നറിന് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിൽ ഡിന്നറിൻ്റെ മെനു ഒക്കെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സീ കുക്കുംബർ, കടൽ വെള്ളരി, നമുക്ക് ഇന്ത്യയിലൊക്കെ ലക്ഷദ്വീപ് ഏരിയയിലൊക്കെ അതിനെ അത്യാവശ്യം പിടിക്കാറുണ്ട്. പക്ഷേ അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു അനിമലാണ്. അപ്പം അതൊക്കെ ഇവിടെ ജപ്പാനിലെ ആളുകൾ അതൊക്കെ കഴിക്കാറുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. വളരെ ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ളൊരു ഫുഡാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉള്ള പഫർ ഫിഷുകൾ ആരും നമ്മുടെ നാട്ടിൽ കഴിക്കാറില്ല. പക്ഷേ ഇവിടെ പഫർ ഫിഷുകൾ അതിൻ്റെ ടോക്സിൻ റിമൂവ് ചെയ്തിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ജാപ്പനീസ് സ്റ്റൈലിലുള്ള ഡിന്നർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഇരിപ്പിടം ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് നിലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു ചെറിയൊരു ടേബിൾ, നിലത്തൊരു ചെയർ പോലെയുള്ളൊരു ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിൽ ഇങ്ങനെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ ടേബിളിലേക്കാണ് അതിൻ്റെ അടിയിലുള്ള ഫ്ലോറിങ് എന്ന് പറഞ്ഞാൽ തത്താമി എന്നാണ് പറയുക. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ ഡിന്നർ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടാതെ അതിൻ്റെ അവിടെ തന്നെ ആ ഇന്നത്തെ ഫുഡിൻ്റെ മെനു ആദ്യം കൊണ്ടുവെക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഡിന്നർ ഇതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവെക്കും. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ 1 by 1 ആയിട്ട് ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് ആ ഒരു ഓരോ ഐറ്റവും അവർ നമുക്ക് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തെ ഐറ്റം. ഇതിൽ പ്രധാനമായിട്ടും സഷാമി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അതിൽ ഈ കാണുന്നതാണ് സീ കുക്കുംബറിൻ്റെ അത് സോസിൽ മുക്കിയിട്ടിരിക്കുന്നതാണ്. റോ ആണ്, അത് പച്ചയാണ്. അപ്പോൾ ഈ കാണുന്നത് ഫിഷ് കേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊരു സൂപ്പ് പോലെയുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ബോയിൽ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബോയിൽ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീ ഫുഡാണ് മെയിനായിട്ട്. അതിൽ വേറെ മസാലകളും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഡ്രിങ്ക്സിന് ഇപ്പോൾ വേണ്ട ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാർ ആൽക്കഹോൾ കഴിക്കും. അല്ലാത്ത ആൾക്കാർ നമുക്ക് എന്താണോ വേണ്ടത്, കോള വേണോ, ടീ വേണോ, അങ്ങനെയുള്ള അതെന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അത് അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സെർവ് ചെയ്യും. അപ്പോൾ നമ്മുടെ മെനു കൃത്യമായിട്ട് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. മൊത്തമായിട്ട് 8 ഐറ്റംസാണ്, 8 തരത്തിലുള്ള ഫുഡാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു സ്റ്റാർട്ടറായിട്ട് വരുന്നത് ഗ്രീൻ വെജിറ്റബിൾസ്, എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടാവും. പിന്നെ അതിൽ ചീസ് ഉണ്ടാവും. പിന്നെ പഫർ ഫിഷാണ്. പിന്നെ ഉള്ളത് സുഷി. അതിൽ മെയിനായിട്ടും റെഡ് സീബ്രിമാണ് അതിലുള്ളത്. സുഷി എന്ന് പറഞ്ഞാൽ റോ മീറ്റാണ് അതിൽ വരുന്നത്. ഇത് ഫിഷിൻ്റെ സുഷിയാണ്. പിന്നെ ഫുഗു ജെല്ലി. ഫുഗു എന്ന് പറഞ്ഞാൽ പഫർ ഫിഷാണ്, നമ്മുടെ പഫർ ഫിഷാണ്. പഫർ ഫിഷിൻ്റെ ഒരു ജെല്ലി. പിന്നെ ഒരു ഫ്രൈഡ് ആരോ ഹെഡ് എന്ന് പറഞ്ഞ ഒരു റൂട്ട്, അത് എന്താണെന്ന് കാണിക്കാം. പിന്നെ സീ കുക്കുംബർ. അപ്പോൾ ഈ സീ കുക്കുംബറും റോ ആണ്, അത് വിനെഗറിൽ ട്രീറ്റ് ചെയ്ത് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഞാനിത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സീ കുക്കുംബർ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വളരെ നമുക്കൊരുപാട് ന്യൂട്രിയൻസ് ഒക്കെ തരുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടറായിട്ട് വരുന്നത്. പിന്നീട് അതിന് ശേഷം വരുന്നത് ക്രാബ് ഷിൻജോ അതായത് ഒരു ക്രാബിൻ്റെ ഒരു പേസ്റ്റ് പോലെയുള്ള ഇതാണ്. അതേപോലെ തന്നെ മഷ്റൂം, ഇത് നമുക്കൊരു മിസോ സൂപ്പിൽ ഇട്ടിട്ടുള്ള തരുന്ന ഒരു ഇതാണ്, ഒരു സൂപ്പ് പോലെയുള്ള സൊല്യൂഷനിൽ. അപ്പോൾ അതും ഇപ്പോൾ ഇത്രയൊക്കെ നമ്മളൊരു 5-8 ലിസ്റ്റ് പറയുമ്പോൾ പോലും ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചെറിയ 1-2. ഇപ്പം നമ്മൾ ഒരു ബിരിയാണി കഴിക്കുന്ന ഇതിന് പകരം ഇത് ഇങ്ങനത്തെ ഒരു 10 പ്രാവശ്യം കഴിച്ചാലും അത്രയാവില്ല.
അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് വളരെ മിനിമമായിട്ട് ഏറ്റവും ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ളത് കഴിക്കുക എന്നുള്ളതാണ്. അതിന് ശേഷം നമ്മുടെ അടുത്ത ഐറ്റമാണ് സഷാമി സുഷി പോലെ തന്നെ റോ മീറ്റാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഒക്ടോപ്പസ്, അതുപോലെ റെഡ് സീബ്രീം ഒരു മത്സ്യമാണ്, അതുപോലെ സാൽമൺ മത്സ്യം, പഫർ ഫിഷ്, പിന്നെ ഇത്രയും കാര്യങ്ങൾ. ഇത് കൂടാതെ ഈ നമ്മുടെ സാൽമണിൻ്റെ എഗ്ഗ് അതും എല്ലാം റോ എന്ന് പറഞ്ഞാൽ വേവിക്കാത്തതാണ്. അപ്പോൾ അത് ഒരു പ്രത്യേകതരം വിനെഗറുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതൊരു പ്രത്യേകതരം സോസ് ഉണ്ട്. അപ്പോൾ ആ സോസിൽ മുക്കിയിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ അധികം ഇങ്ങനത്തെ വേവിക്കാത്തത് കഴിക്കാൻ അധികം ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷേ ഇത് അത്രയും പ്രശ്നമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പം അത് ഞാനും അത് കഴിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട്. ഇത് ഒരു ഗ്രിൽഡ് ഐറ്റമാണ്. ഗ്രിൽഡ് സിൽവർ കോഡ് എന്ന് പറഞ്ഞ ഒരു മത്സ്യമാണ്. നമ്മുടെ വെള്ളിപ്പാരയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു മത്സ്യമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു മൊളസ്ക്, അതായത് നമ്മുടെ ഒരു തരം ഷെല്ല് അതും കൂടെ തന്നിട്ടുണ്ട്. മൊളസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കക്ക അത് ഒരെണ്ണം ഇതേപോലെ ഗ്രില്ല് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ മിസോ സൂപ്പുണ്ട്. മിസോ സൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സീവീഡിൻ്റെ ഒരു സൂപ്പാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, ജപ്പാനിലെ ആളുകൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത 4ാമത്തെ ഐറ്റം ആയിട്ട് വന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല, ഒരു 1-2 പീസ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ ആഹാര രീതികൾ. അപ്പോൾ ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ബിരിയാണിയോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ഹെവി ആയിട്ട് കഴിക്കുന്നു. ഇവർ അതിന് പകരം വളരെ ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ളത് കുറച്ച് എല്ലാ ഐറ്റംസും കഴിക്കുന്നു. ഇതിലെല്ലാം വെജിറ്റബിൾസും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട്. അത് കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റമാണ്. ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ലോട്ടസ് റൂട്ട്, അതുപോലെ ഷ്രിമ്പിൻ്റെ ഒരു പേസ്റ്റും, അതേപോലെ ലോട്ടസ് റൂട്ട് നമ്മുടെ താമരയുടെ വേരുകൾ ഇവിടെ ധാരാളമായിട്ട് ഉപയോഗിക്കും. കാരണം താമര റൂട്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചേമ്പൊക്കെ കൃഷി ചെയ്യുന്ന പോലെ തന്നെ വളരെ വ്യാപകമായിട്ട് ജപ്പാനിലുടനീളം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം ആ താമര റൂട്ടിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലും ഇതുപോലെയുള്ള ലോട്ടസ് റൂട്ടൊക്കെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ താമര റൂട്ട് ഇവരുടെ ഫുഡിൽ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പലതരത്തിലുള്ള നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധിയായിട്ട് ഇത് ഫൈബർ കണ്ടൻറ്റ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫുഡാണ്. അപ്പോൾ അത് മിക്ക ഇവരുടെ ജാപ്പനീസ് ഫുഡിലും ഈ ലോട്ടസ് റൂട്ട് അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ഈ ലോട്ടസ് റൂട്ട് അത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ലോട്ടസ് റൂട്ടാണ്. അത് കൂടാതെ നമ്മുടെ ഷ്രിമ്പിൻ്റെ ഒരു പേസ്റ്റ്, ആ രീതിയിലുള്ള അത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ഐറ്റം, അതും വളരെ രസകരമായിട്ട് തോന്നി. അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീ ഫുഡ് പോട്ടാണ്. അതായത് ഇതേപോലെ ഒരു ചെറിയ പോട്ടിൽ ചെറിയൊരു അടുപ്പും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മെഴുകുതിരിയാണ്. അപ്പോൾ ആ മെഴുകുതിരി ഇവർ തന്നെ വന്ന് കത്തിച്ച് ഏതാണ്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് കുക്കായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് സീ ഫുഡാണ്. അതിൽ ഫിഷ് ഉണ്ടാവും. ഫിഷ് അതെല്ലാം റോ ആണ്. അതിൽ ജസ്റ്റ് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടാവുള്ളൂ. ഫിഷ് ഉണ്ടാവും, അതുപോലെ ഷ്രിമ്പ് ഉണ്ടാവും, നമ്മുടെ ചെമ്മീൻ, പിന്നെ അത് കൂടാതെ കുറച്ച് വെജിറ്റബിൾസും. അപ്പോൾ അവർ വന്നു, അതങ്ങനെ തീ കൊടുത്തു, അങ്ങനെ ലൈറ്റ് കത്തിച്ചു. ഇനി ഇത് അതിനിടയിൽ മറ്റുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിനകത്ത് ഇങ്ങനെ ആവി പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഏതാണ്ട് ആ മെഴുകുതിരി കത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് ഏതാണ്ട് ടോട്ടലി ഇപ്പോൾ ആ ഒരു സമയത്ത് ബാക്കിയുള്ള നമ്മുടെ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലവിധ തമാശകളൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് നമ്മുടെ ഈ പറഞ്ഞ സീ ഫുഡ് എല്ലാം ഐറ്റം റെഡിയായി. അപ്പം ഐറ്റം റെഡിയായി ഇതിൻ്റെ ആ ഒരു മെഴുകുതിരി കെട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ഐറ്റം പുറത്തെടുത്ത് അപ്പോൾ അങ്ങനെ കഴിക്കുകയാണ്. ചെറിയൊരു 5 മിനിറ്റ് മെഴുകുതിരിൻ്റെ ആ ചെറിയൊരു ചൂടിലാണ് ഇത് മൊത്തം കുക്കായി വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വേറെ ഒരു മസാലകളും ഇല്ല. അതിനകത്ത് 1-2 വെജിറ്റബിൾ ലീഫ് ഉണ്ട്. അത് ആയുർവേദിക് ആയിട്ടുള്ള ചില മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ലീഫാണ്. മുകളിൽ കാണുന്നത് ഫിഷും അതുപോലെ ഷ്രിമ്പിൻ്റെ ഒരു പേസ്ട്രിയാണ്. അപ്പോൾ ഇതാണ്, അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ അതൊരു സൂപ്പ് രൂപത്തിൽ നമുക്ക് കിട്ടും. ആ ഒരു കാണുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ റെഡ് സീബ്രീമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഓരോരാളായി ചൂടോടെ അത് കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അത് കഴിയാറാകുമ്പോഴത്തേക്ക് തന്നെ അടുത്ത ഐറ്റം കൂടി എത്തിയിട്ടുണ്ട്. ഇനിയും ഒരു ചെറിയ 1-2 ഐറ്റം കൂടിയുണ്ട്. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ
റൈസും ഈ റൈസ് എപ്പോഴും ഇവർ ഈ റൈസ് കഴിക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി, അതായത് നമുക്കൊന്ന് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല. ഇതാ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുടെ കയ്യിൽ കാണാം. ഇപ്പം ഞാനിപ്പോൾ കഴിക്കുന്നത് റൈസാണ്. ഒരു ചെറിയൊരു പാത്രത്തിൽ ചെറിയൊരു ബൗള്, ചെറിയൊരു ഉണ്ട. അതായത് ഇവിടുത്തെ റൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി റൈസാണ്, വളരെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു റൈസ്, ഒരു തരം റൈസാണ്. ആ റൈസിൽ തന്നെ അവർ കുറേ ഇതേപോലെയുള്ള സീവീഡിൻ്റെ ചില അംശം ഉണ്ടാവും. കൂടാതെ എള്ള് ധാരാളമായിട്ട് ഇവർ കഴിക്കും. അപ്പോൾ എള്ളിൽ ഒരുപാട് ഇതേപോലെയുള്ള നമുക്ക് എല്ലിനും ഒക്കെ വേണ്ടുന്ന, അതുപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവരതുകൊണ്ട് തന്നെ ഈ റൈസ് കഴിക്കുമ്പോൾ ആ റൈസിൻ്റെ കൂടെ എള്ളും കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ കൂടെ റൈസ് ചെറിയൊരു കപ്പിൽ മീസോ സൂപ്പ്, നമ്മൾ ആദ്യം പറഞ്ഞ മീസോ സൂപ്പ് പല ഫുഡ് ഐറ്റംസിൻ്റെ കൂടെയും ഉണ്ടാവും. അപ്പം മീസോ സൂപ്പിൽ ഉണ്ടാകുന്നത് ഇതേപോലെയുള്ള സീവീഡാണ്. അപ്പം സീവീഡ് ഇതേപോലെ തന്നെ ഇവർ ധാരാളമായിട്ട് എല്ലാ ഫുഡിലും തന്നെ സീവീഡ് ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ അതും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇവർ ഈ കഴിക്കുന്ന ഈ രീതിയിലുള്ള ഒരു ഭക്ഷണം അപ്പോൾ നമ്മളിതിൽ കണ്ടു, ആദ്യം തൊട്ടേ കണ്ടു, നമ്മൾ പല ഐറ്റംസ് ഇതിൽ കണ്ടു. ഇതിൽ ഏറ്റവും അവസാനം ഏറ്റവും കുറച്ച് ഒരു ഉരുള ചോറ് മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. ചോറ് ഏറ്റവും കുറച്ചാണ് കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കുറച്ച്. ബാക്കിയുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ വരുന്നുണ്ട്, അതിൽ ലിപ്പിഡ് വരുന്നുണ്ട്, ബാക്കിയുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലാതെ നമ്മുടെ സാധാരണ ഏതൊരു മലയാളിയാണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും പുറത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുക ചോറാണ് കഴിക്കുക. അപ്പം ഞാനാണെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ജാപ്പനീസ് റൈസ് നമുക്ക് ഒരു മാതിരി ഒട്ടുന്നും കൊണ്ട് അധികം കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യൻ റൈസ് കിട്ടും, ബസ്മതി റൈസൊക്കെ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ 3 നേരം ചോറ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 നേരമൊക്കെ ചോറാണ് ഞാൻ ആദ്യമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ ഇവരുടെ കൂടെയൊക്കെ പോയി നമുക്ക് ഇവിടുത്തെ രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലായതിന് ശേഷം ഈ ചോറ് കഴിപ്പ് വളരെ കുറച്ചിട്ടുണ്ട്. അപ്പം ഞാനും ഇപ്പം ഇവരൊക്കെ കഴിക്കുന്ന പോലെ, പിന്നെ ഈ പറയുന്ന പോലെ മസാലകളുടെ ഉപയോഗം, മസാല അല്ലെങ്കിൽ തന്നെ മസാല ഉപയോഗിക്കുന്നത് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, നമ്മളെ വീട്ടിൽ നിന്ന് മുളക് വാങ്ങി പൊടിച്ച് കൊണ്ടുവന്ന മുളക്, മല്ലി, അതേപോലെ തന്നെ കഴുകി പൊടിച്ച മുളകിനും മല്ലിയും ആ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ പൗഡർ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. സാമ്പാറിന് വേണ്ടിയിട്ട് ഇതേ മല്ലിപ്പൊടിയും മുളക് പൊടിയും മിക്സ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ അല്പം കായം, ഉലുവ, ഈ 2 ജീരകം, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ നന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നമുക്കൊരു ഇറച്ചി മസാലയാണെങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ ഗ്രാമ്പൂ, ഏലക്കായ് ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുരുമുളക് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പൊടിച്ചെടുത്തിട്ട് ഇത് നമ്മുടേതായിട്ടുള്ളൊരു മസാല ആ രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലും ആ രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം കുറച്ച് കാലമായിട്ട് ഞാൻ ഈ മസാലകളുടെ ഉപയോഗം, അല്ലെങ്കിൽ ഈ മുളകിൻ്റെ ഉപയോഗമൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്. ഇപ്പം ചില സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം കുറേ ഉണങ്ങിയ കാന്താരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാന്താരി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കുറേ കാലം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ കാന്താരി, നമുക്ക് മുളക് പൊടിക്ക് പകരം കാന്താരി അരച്ചിട്ട്, അതും അധികമൊന്നും ഉപയോഗിക്കില്ല, വളരെ കുറച്ച്, അത് ചില ഇറച്ചി ചിക്കനൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ മീനിലൊക്കെ നമ്മൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് ഇപ്പം അടുത്തടുത്ത കാലത്ത് ഞാൻ ഷ്രിമ്പൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് വേവിച്ച് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് കഴിക്കുന്ന രീതിയിലേക്ക് വന്നു. അതും വളരെ ടേസ്റ്റാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അത്. അപ്പം എനിക്കൊക്കെ പണ്ട് വരുന്ന സമയത്തൊക്കെ ചോറ് ഒരു പിടി ചോറ് കിട്ടിയില്ലെങ്കിൽ വേറെ എന്ത് കഴിച്ചാലും ഒരു പിടി ചോറ് കഴിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു മാനസിക പ്രയാസം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കതൊക്കെ മാറിക്കിട്ടി. ഇപ്പം ജപ്പാനിലെ ലൈഫ് നമുക്ക് അത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇപ്പം നമ്മൾ ഈ റൈസ് ഇതെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഒരു ഡെസേർട്ടും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ട്, ഡെസേർട്ടും ഒരു ടീയും. അപ്പം ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ നമ്മുടെ ഒരു ജാപ്പനീസ് സ്റ്റൈലിലുള്ള ഒരു ഡിന്നർ നമുക്ക് കഴിഞ്ഞു. അപ്പം ഇത്രയൊക്കെ ഇതാണ് ഒരു ജപ്പാനിലെ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനിലൊക്കെ ഇവരുടെ ഒരു ഭക്ഷണ രീതികൾ ഇതാണ്. ഇത് കൂടാതെ പലതരത്തിലുള്ള മറ്റ് ആഹാര പദാർത്ഥങ്ങൾ ഇവർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒരു ബേസിക് നേച്ചർ ഇത്തരത്തിലാണ്. അപ്പോൾ നമ്മളിതിൽ കണ്ടു ഇവർ ഒരുപാട് റോ ഫുഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ തന്നെ വളരെയധികം പ്രോസസ്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് ഐറ്റംസ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഫിഷൊക്കെ ധാരാളമായിട്ട് ഇവർ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മളും ഈ രീതിയിലേക്ക് ടോട്ടലായിട്ട് നമുക്കിങ്ങനെ മാറാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും
നമ്മൾ ഒരു സ്ലൈറ്റ്ലി അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ പുറമേ നിന്ന് വാങ്ങിക്കുന്ന മസാലകൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചിക്കൻ കറി വെക്കണമെങ്കിൽ നല്ല കോഴീൻ്റെ ചിത്രമുള്ള മസാലപ്പൊടികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു മനസ്സിൻ്റെ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് ചില അധ്യാപകരാണെങ്കിൽ പോലും ഫുഡ് സേഫ്റ്റീനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരും ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വാങ്ങുന്നത്, ഞാൻ കമ്പനികളുടെ പേരൊന്നും പറയുന്നില്ല, ഇത്തരത്തിലുള്ള പടങ്ങളുള്ള അതിൽ ഒരുപാട് ഫുഡ് അഡിറ്റീവ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ അതിലൊരു മാറ്റം വരുത്തുക. പിന്നെ കൂടാതെ നമ്മൾ ഇന്ന് കഴിക്കുന്ന പല ഫുഡും, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പോൾ നമുക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, ഞാനിപ്പം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നമ്മളൊരു ചായയൊക്കെ കുടിച്ച്, അപ്പോൾ ആ ചായേൻ്റെ കൂടെ ഒരുപാട് എണ്ണക്കടികളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇവിടെ വന്ന് അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, ചായക്കട സെറ്റപ്പ് ഒന്നും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്രാജ്വലി ആ ഒരു ശീലം അങ്ങോട്ട് പോയി കിട്ടി. ഇപ്പം നമുക്കങ്ങനെ ചായ കുടിക്കും, തണുപ്പ് കാലത്ത് ചായ കുടിക്കുന്നല്ലാതെ നമുക്കല്ലാതെ വേറെ ഒരു ഇതിന് വേണ്ടി നമ്മൾ ചായയും കടി അന്വേഷിച്ച് പോയി അത്തരത്തിലുള്ള കുറേ സംഭവങ്ങളൊക്കെ നിർത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഭക്ഷണ രീതികൾ തന്നെ നമുക്ക് ഇന്ന് മായമില്ലാത്ത ഒരു ഫുഡും നമുക്ക് നാട്ടിൽ കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ഡേ ബൈ ഡേ നമ്മളെ ക്യാൻസർ പേഷ്യൻ്റൊക്കെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്കൊരു മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ, നമ്മൾ ഫുഡ് സേഫ്റ്റിയിലൊരു മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് മൈൻഡോടുകൂടി പല ആളുകളും ഇപ്പം ഹോട്ടലുകളിലാണെങ്കിൽ പോലും അവരുടെ പക്ക ബിസിനസ് എന്ന രീതിയിൽ അതിനെ കാണാതെ നമുക്കതൊരു നന്മ എന്നുള്ള ഒരു സേവനം എന്നുള്ള രീതിയിൽ അവരത് പേ ചെയ്യുക, അതിന് ഭക്ഷണം പൈസ വാങ്ങി നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നല്ല എണ്ണകൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മസാലപ്പൊടികൾ അധികം മായമില്ലാത്ത ആ രീതിയിൽ യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് മാതൃകയാകുന്ന ഒരുപാട് കച്ചവടക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേർന്നതല്ല എന്നുള്ളൊരു പരമമായ സത്യമുണ്ട്. നമ്മൾ അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കുന്ന കുഴിമന്തിയും അല്ലെങ്കിൽ അൽഫാമും അതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ ഇന്നൊരു കല്യാണത്തിന് പോയാലും നമുക്ക് അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതി മാറ്റി നമ്മളെ ആ ഒരു ട്രഡീഷണലായിട്ടുള്ള ഫുഡ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഫുഡ്, ആ രീതിയിലേക്ക് നമ്മൾ മാറ്റം വരുത്തിയില്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ക്യാൻസർ രോഗികളുടെ എണ്ണവും അല്ലെങ്കിൽ മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ടുള്ള പല അസുഖങ്ങളും നമുക്കതിൽ നിന്ന് മുക്തി നേടാൻ കഴിയില്ല. അപ്പം ആ രീതിയിൽ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാനത് പറയുന്നതല്ല, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു നമ്മുടെ ആ ഒരു സ്റ്റൈലിലൊരു മാറ്റം വരുത്താൻ വേണ്ടി കഴിയട്ടെ, അതിനൊരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ചെറിയൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇത് മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ, നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്.